കാണുന്നതെല്ലാം സത്യമാകണമെന്നില്ല, കേൾക്കുന്നതെല്ലാം സത്യമാകണമെന്നില്ല, ചെയ്യുന്നതെല്ലാം സത്യമാകണമെന്നില്ല, പറയുന്നതെല്ലാം സത്യമാകണമെന്നില്ല. സത്യം ഒന്നു മാത്രം. ഇൻസൈറ്റ്, ദ ട്രൂ അനാലിസിസ്. ഒരിക്കലും വിരിയാത്ത കോഴിമുട്ട അച്ചടക്കമുള്ള കോഴിമുട്ടയാണെന്ന് കരുതാമോ? അസുഖബാധിതരാവുക എന്നത് എല്ലാ ജീവികൾക്കും എന്നതുപോലെ മനുഷ്യർക്കും സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. രോഗം വന്നാൽ ചികിത്സിക്കണം, എല്ലാവർക്കും ഒരുപോലെയുള്ള ചികിത്സ ലഭ്യമാക്കുക എന്ന ചിന്തയിൽ നിന്നാണ് ജനാധിപത്യ സമൂഹങ്ങളിൽ പൊതു ആരോഗ്യ പരിപാലനം രൂപമെടുത്തത്. അതിലൊരു രാഷ്ട്രീയമുണ്ട്, അതാണ് പൊതു നന്മയുടെ രാഷ്ട്രീയം. നമസ്കാരം, ഇൻസൈറ്റിലേക്ക് സ്വാഗതം. ഞാൻ മുഹമ്മദ് ഊട്ടി. പൊതു നന്മയുടെ രാഷ്ട്രീയം എന്ന ആശയത്തിൻ്റെ എക്കാലത്തെയും ഗംഭീര ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നതാണ് ഇംഗ്ലണ്ടിലെ നാഷണൽ ഹെൽത്ത് സർവീസ് പൗരസമൂഹത്തിൻ്റെ ചികിത്സയ്ക്കായി പബ്ലിക് ഫണ്ട് ഉപയോഗിക്കുക എന്ന ആശയം ആധുനിക ജനാധിപത്യ സമൂഹങ്ങളുടെ വളർച്ചയുടെ ചിത്രമാവുന്നു. പൊതുജനത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ കേരളം ഇന്ത്യക്ക് മാതൃകയാണെന്നതിൽ സംശയമില്ല. കോവിഡ് കാലത്ത് ഗംഗയിൽ ശവങ്ങൾ ഒഴുകിയപ്പോൾ ലോകത്തിന് മുന്നിൽ ഇന്ത്യക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞ ഒരിടം കേരളമായിരുന്നു. ആയുർദൈർഘ്യത്തിനും മാതൃശിശു മരണനിരക്കിലെ കുറവിലും പ്രതിരോധ കുത്തിവെപ്പിലുമൊക്കെ നമ്മൾ ഏറെ മുന്നിലാണ്. ഈ നേട്ടമൊന്നും ഒരു ദിവസം കൊണ്ടുണ്ടായതോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ നേതാവിനോ സർക്കാരിനോ മാത്രം അവകാശപ്പെട്ടതോ അല്ല. അയ്യങ്കാളിയും നാരായണഗുരുവും ചട്ടമ്പി സ്വാമികളുമൊക്കെ വികസിപ്പിച്ച നവോത്ഥാന പരിസരത്തിലേക്കും മാറി മാറി വന്ന ജനാധിപത്യ ഭരണകൂടങ്ങളുടെ ഇടപെടലിലേക്കും ഇതിൻ്റെ വേരുകൾ നീണ്ടുപോകുന്നു. കേരളത്തിന് പുറത്ത് പണിയെടുക്കുന്ന മലയാളികൾ നാട്ടിലേക്ക് അയക്കുന്ന പണവും ഈ നേട്ടത്തിന് പിന്നിലുണ്ട്. കേരളത്തിൻ്റെ ആരോഗ്യ പരിപാലന മേഖലയിലെ നേട്ടങ്ങൾ കൊട്ടിഘോഷിക്കപ്പെടുമ്പോൾ അത് നേരിടുന്ന വെല്ലുവിളികളും അപജയവും കാണുകയും വേണം. അത്തരത്തിലൊരു യാഥാർത്ഥ്യത്തിലേക്കാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം തലവൻ ഡോക്ടർ ഹാരിസ് ചിറക്കൽ വിരൽ ചൂണ്ടിയത്. എല്ലാ അർത്ഥത്തിലും ഒരു ഒന്നാം തരം വിസിൽ ബ്ലോവിംഗ്. ഒരു സ്ഥാപനത്തിനുള്ളിൽ പ്രവർത്തിക്കുന്നവർ അവിടുത്തെ ജീർണതകളും പ്രശ്നങ്ങളും തുറന്നു കാട്ടുന്ന പ്രക്രിയ ആയിരുന്നു അത്. കേരളത്തിൽ മാത്രമല്ല, സമകാലിക ഇന്ത്യയിൽ തന്നെ ഇത്തരം വിസിൽ ഊതലുകൾ അധികം ഉണ്ടായിട്ടില്ല. ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഡോക്ടർ ഹാരിസ് ഇടതുപക്ഷ സർക്കാരിനെതിരെ തിരിയുമായിരുന്നില്ല എന്നാണ് അദ്ദേഹത്തെ അടുത്തറിയുന്നവർ പറയുന്നത്. ഇടതു മുന്നണിയോട്, പ്രത്യേകിച്ച് CPM-നോട് അത്രയും അനുഭാവമുള്ള വ്യക്തിയാണ് അദ്ദേഹം. എന്നിട്ടും അദ്ദേഹത്തിന് ഈ അറ്റക്കൈ പ്രയോഗം നടത്തേണ്ടി വന്നെങ്കിൽ അദ്ദേഹം നേരിട്ട പ്രതിസന്ധി അത്രയും കടുത്തതായിരിക്കണം. എന്തായിരുന്നു മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധി? മൂത്രാശയക്കല്ല് പിടിക്കുന്ന ലിത്തോക്ലസ് പ്രോബ് എന്ന ഉപകരണമില്ലാത്തതുകൊണ്ട് ശസ്ത്രക്രിയകൾ മുടങ്ങുന്നതാണ് ഡോക്ടർ ഹാരിസിനെ മുഖ്യമായും വിഷമിപ്പിച്ചത്. 41,000 രൂപ വില വരുന്ന ഉപകരണമാണിത്. ആരോഗ്യമേഖലയിൽ കേരള സർക്കാർ ചെലവഴിക്കുന്ന തുക വെച്ച് നോക്കിയാൽ കപ്പലണ്ടി വാങ്ങാനുള്ള കാശേ ഇതിന് വരും. പക്ഷേ സിസ്റ്റം അനങ്ങണം. ഓരോ ഫയലും ജീവിതമാണെന്നും അവതാരങ്ങൾ ഈ വഴിക്ക് വരരുതെന്നും 9 കൊല്ലം മുമ്പ് പറഞ്ഞതാണ് നമ്മുടെ മുഖ്യമന്ത്രി. പക്ഷേ ജീവിതങ്ങൾ ഇപ്പോഴും ഫയലുകളിൽ കുടുങ്ങിക്കിടക്കുന്നു. അധികാര ഇടനാഴികളിൽ അവതാരങ്ങൾ വിലസുന്നു. സർക്കാർ സംവിധാനമാവുമ്പോൾ ഓരോന്നിനും അതിൻ്റെതായ വഴിയുണ്ട്. ആ വഴിയിലൂടെ പല വട്ടം ശ്രമിച്ചിട്ടും ഒരു ഫലവും ഉണ്ടാവാതെ വന്നപ്പോഴാണ് ഡോക്ടർ ഹാരിസ് സാമൂഹ്യ മാധ്യമത്തിലൂടെ പ്രതികരിച്ചത്. അതോടെ സംഗതി നാട്ടുകാരറിഞ്ഞു, മാധ്യമങ്ങളും പ്രതിപക്ഷവും ഉണർന്നു. സിസ്റ്റം ചലിച്ചു. ലിത്തോക്ലസ് പ്രോബ് എത്തേണ്ടിടത്തെത്തി. ശസ്ത്രക്രിയകൾ നടന്നു. അപ്പോൾ കൊള്ളേണ്ടിടത്ത് കൊണ്ടാൽ കിട്ടേണ്ടിടത്ത് കിട്ടും. ഡോക്ടർ ഹാരിസിൻ്റെ വെളിപ്പെടുത്തലിനോട് സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് മാതൃകാപരമായാണ് പ്രതികരിച്ചത്. പ്രശ്നം സിസ്റ്റത്തിൻ്റേതാണെന്നും ഡോക്ടർ ഹാരിസിനെ ചേർത്ത് നിർത്തുമെന്നുമുള്ള മന്ത്രിയുടെ വാക്കുകൾ ഒരു ഭരണാധികാരിയിൽ നിന്നും അടുത്ത കാലത്ത് കേരളം കേട്ട ഏറ്റവും നല്ല മറുപടിയായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധി പഠിക്കാൻ വിദഗ്ധ ഡോക്ടർമാരുടെ ഒരു കമ്മിറ്റി സർക്കാർ നിയോഗിക്കുകയും ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച പ്രശ്നങ്ങൾ
ശരിവെക്കുന്ന റിപ്പോർട്ടാണ് വിദഗ്ധ സമിതി സർക്കാരിന് കൈമാറിയിട്ടുള്ളതെന്നും അറിയുന്നത്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടികളാണ് കേരളം ഉറ്റുനോക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി എടുത്തിരിക്കുന്ന നിലപാട് തീർച്ചയായും ആശങ്ക ഉയർത്തുന്നുണ്ട്. ഡോക്ടർ സത്യസന്ധനും ഇടത് അനുഭാവിയുമൊക്കെയാണെങ്കിലും അദ്ദേഹം പറഞ്ഞത് കേരളത്തിൻ്റെ പ്രതിച്ഛായയ്ക്ക് ആഘാതമായി എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിലയിരുത്തൽ. മുഖ്യമന്ത്രി പ്രകോപിതനാണെന്നറിഞ്ഞതോടെ പാർട്ടിയും അനുയായികളും ചുവടുമാറ്റി. ഡോക്ടർക്ക് മുന്നറിയിപ്പും താക്കീതുമായി MV ഗോവിന്ദനും സജി ചെറിയാനും ചാടി വീണു. അപ്രതീക്ഷിതമായ ഈ നീക്കത്തിൽ പകച്ചതുകൊണ്ടാവാം ആരോഗ്യമന്ത്രി അണിയറക്കുള്ളിലേക്ക് വലിഞ്ഞു. മുഖ്യമന്ത്രിയുടെ സമീപനത്തിൽ ഒരു പ്രശ്നമുണ്ട്. ആത്മപരിശോധനയ്ക്കുള്ള പരിസരമാണ് ഈ കാഴ്ചപ്പാട് ഇല്ലാതാക്കുന്നത്. വിമർശിക്കുന്നവർ ശത്രുക്കളാണെന്ന സമീപനം ഡോക്ടർ ഹാരിസിനെ പോലുള്ള വിസിൽ ബ്ലോവേഴ്സിനെ നിശബ്ദരാക്കും. ലേശം വൈകിയാണെങ്കിലും തെറ്റ് തിരുത്തലിൽ അഭിമാനിക്കുന്ന പാർട്ടിയാണ് CPM. അങ്ങനൊരു പാർട്ടിയുടെ നേതാവിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു നീക്കമുണ്ടാവുന്നത് ജനാധിപത്യ സമൂഹത്തെ നിരാശപ്പെടുത്തും. ഒരു തെറ്റും സംഭവിക്കാത്ത, ഒരു വീഴ്ചയും ഉണ്ടാവാത്ത ഒരു സർക്കാരിനാണ് താൻ നേതൃത്വം കൊടുക്കുന്നതെന്ന് ഭരണാധികാരികൾ വിശ്വസിക്കാൻ തുടങ്ങിയാൽ അത് രാജാക്കന്മാരും മാർപ്പാപ്പമാരും ആശ്ലേഷിച്ചിരുന്ന അപ്രമാദിത്വത്തിൻ്റെ പൊതുരൂപമാവും. ഇക്കഴിഞ്ഞ 9 വർഷങ്ങളിൽ പിണറായി സർക്കാർ നേരിട്ട വലിയ വിവാദങ്ങളിൽ സ്പ്രിംഗ്ലർ, അലൻതഹ കേസ്, മാവോയിസ്റ്റുകളെ വധിക്കൽ, കേരയിൽ ജീവൻ രക്ഷാ പ്രവർത്തനം, തൃശൂർ പൂരം, ഒന്നിലൊന്നും തന്നെ. എന്തിന്, ഏറ്റവും അവസാനം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായ ദുരന്തത്തിൽ പോലും ആത്മപരിശോധനയല്ല, പൊള്ളയായ ന്യായീകരണമാണ് പൊതുസമൂഹം കാണുന്നത്. ക്രൈസിസ് മാനേജർ എന്നാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കൊൽക്കത്തയിൽ നിന്നിറങ്ങുന്ന ടെലിഗ്രാഫ് ദിനപത്രം മുഖ്യമന്ത്രി പിണറായിയെ വിശേഷിപ്പിച്ചത്. നിപ്പയും പ്രളയവുമൊക്കെ തീർത്ത പ്രതിസന്ധി ശ്രീ പിണറായി വിജയൻ കൈകാര്യം ചെയ്ത രീതിയാണ് ടെലിഗ്രാഫിന് പ്രചോദനമായത്. മുന്നിൽ നിന്ന് പിണറായി നയിച്ച ആ ദിനങ്ങൾ മറക്കേണ്ടതില്ല. പക്ഷേ ഇന്നിപ്പോൾ ആരോഗ്യ മേഖലയിൽ കേരളം പ്രതിസന്ധി നേരിടുന്നുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നിപ്പയും കോളറയും അമീബിക് മസ്തിഷ്ക ജ്വരവും പേവിഷബാധയും ശൂന്യതയിൽ നിന്നുണ്ടാവുന്നതല്ല. കേരളം ഒരു ചവറ്റുകുട്ടയായി തീരുന്നതിൻ്റെ പാർശ്വഫലങ്ങൾ കൂടിയാണ് ഈ വ്യാധികൾ. മാലിന്യ സംസ്കരണം എന്ന ഉത്തരവാദിത്വത്തിൽ നിന്ന് ഭരണകൂടം ഒളിച്ചോടിയതിൻ്റെ പരിണത ഫലം ക്രൈസിസ് ഉണ്ടെന്ന് വിളിച്ചു പറയുന്നവരെ നിശബ്ദരാക്കുകയല്ല അതിനുള്ള മറുമരുന്ന്. വിമർശിക്കാതിരിക്കാൻ താൻ ദൈവമല്ലെന്നും വിമർശനങ്ങളിലൂടെ മാത്രമേ വ്യക്തികളും പ്രസ്ഥാനങ്ങളും വളരുകയുള്ളൂവെന്നും പറഞ്ഞത് EMS ആണ്. അലഹബാദിൽ തനിക്കെതിരെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്ന വാജ്പേയിയെ കോൺഗ്രസ് പ്രവർത്തകർ ആക്ഷേപിച്ചപ്പോൾ നെഹ്റു അത് തടഞ്ഞു. ആ ചെറുപ്പക്കാരൻ നന്നായി പ്രസംഗിക്കുന്നുണ്ട്, അയാൾ പ്രസംഗിക്കട്ടെ എന്നാണ് നെഹ്റു പറഞ്ഞത്. ഒരിക്കലും വിരിയാത്ത കോഴിമുട്ട അച്ചടക്കമുള്ള കോഴിമുട്ടയാണെന്ന് കരുതുന്നത് മൗഢ്യമാണെന്ന MN വിജയൻ്റെ വാക്കുകളും ഇതോടൊപ്പം ചേർത്ത് വായിക്കണം. ഡോക്ടർ ഹാരിസിനെ പോലുള്ളവർ തോടുകൾ പൊട്ടിക്കുമ്പോൾ അതിനു നേരെ കാതുകൾ കൊട്ടിയടയ്ക്കുന്നവർ മുന്നോട്ടല്ല, ഭൗഘാതം പിന്നോട്ടാണ് സഞ്ചരിക്കുന്നത്. പ്രിയരെ, മെഡിക്കൽ കോളേജ് മുതൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വരെയുള്ള ആരോഗ്യ സംവിധാനങ്ങൾ സുഗമമായി പ്രവർത്തിപ്പിക്കേണ്ടത് MP, MLA, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ അടക്കമുള്ളവരുടെ വ്യക്തിപരമായ ബാധ്യതയായി മാറിയാൽ ഭൂരിഭാഗം പ്രശ്നങ്ങൾക്കും പരിഹാരമാകില്ലേ? സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയെ പിടിച്ചുകുലുക്കുന്ന സാംക്രമിക രോഗങ്ങളിൽ ഭൂരിഭാഗവും ശുചിത്വവുമായി ബന്ധപ്പെട്ടതാണെന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. ഇതിനായി ആരോഗ്യകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുന്നതിന് നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. നമ്പർ 1 കേരളം ഐശ്വര്യപൂർണമാകണമെങ്കിൽ ശുചിത്വ പരിപാലനം സർക്കാരിന് മാത്രം ബാധ്യതയല്ലാതായി മാറേണ്ടിയിരിക്കുന്നു.